മെക്സിക്കോയിൽ ശക്തമായ ഭൂകമ്പം. റിക്ടർ സ്കെയിലിൽ 6.5 രേഖപ്പെടുത്തിയ ഭൂകമ്പത്തിൽ റോഡുകൾ ഉൾപ്പെടെ തകർന്നു എന്നാണ് റിപ്പോർട്ടുകൾ. ഗ്രേറ്റ പ്രവിശ്യയിലെ സാൻ മാർക്കോ നഗരത്തിലാണ് ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രം. പ്രസിഡന്റ് ക്ലോഡിയ ഷിൻബോമിന്റെ വാർത്താ സമ്മേളനം നടക്കുന്നതിനിടയിലാണ് ഭൂചലനം. വിശദാംശങ്ങളുമായി ഐസൻ ജോസ് ചേരുകയാണ്. ഐസൻ, വലിയ ഭൂചലനം തന്നെയാണ് റിപ്പോർട്ട് ചെയ്തത്. എന്താണ് നിലവിലെ അവസ്ഥയും? സുരേഷ്, തീർച്ചയായും റിക്ടർ സ്കെയിലിൽ 6.5 എന്ന് പറയുന്നത് ഒരു ഗൗരവമേറിയ ഭൂകമ്പത്തിന്റെ ഒരു സൂചകം തന്നെയാണ്. എന്നാൽ ഈ ഭൂകമ്പം ഉണ്ടായിരിക്കുന്നത് 35 കിലോമീറ്റർ ആഴത്തിൽ, അതായത് ഭൗമോപരിതലത്തിൽ നിന്നും 35 കിലോമീറ്റർ ആഴത്തിലുള്ള ഒരു പ്രഭവ കേന്ദ്രത്തിലാണ്. അതായത് ഒരു ഷാലോ ഷെയ്ക്ക് എന്നൊക്കെ പറയുന്ന, അല്ലെങ്കിൽ ഷാലോ ട്രമർ എന്നൊക്കെ പറയുന്ന ഒരു ഭൂകമ്പമാണ് ഉണ്ടായിരിക്കുന്നത്. അതായത് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്ന ഭൂകമ്പം ഉണ്ടാകുന്ന അതിന്റെ പ്രഭവ കേന്ദ്രം 100 കിലോമീറ്ററും അതിന് താഴെയുമായി വരുമ്പോഴാണ് വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാവുക. എന്നാൽ ഭൂകമ്പത്തിന്റെ റിക്ടർ റീഡിങ്ങിനനുസരിച്ച് വലിയ തോതിലുള്ള ഒരു നാശനഷ്ടം ആ പ്രദേശത്ത് ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ അതീവ ഗൗരവമേറിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. മാത്രമല്ല, ഇത്തരത്തിൽ ചില റോഡുകൾ തകർന്നതായും, അതായത് ഈ ഗറേറോ പ്രവിശ്യയിലെ ചില റോഡുകളും അതുപോലെ തന്നെ മറ്റ് പശ്ചാത്തല സൗകര്യങ്ങൾ തകർന്നതായുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. കെട്ടിടങ്ങൾ അടിയുലയുന്ന ദൃശ്യങ്ങളെല്ലാം തന്നെ പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ക്ലോഡിയ ഷീൻബോം, മെക്സിക്കൻ പ്രസിഡന്റിന്റെ വാർത്താ സമ്മേളനം നടക്കുന്നതിനിടെയാണ് ഈ ഭൂകമ്പം സംബന്ധിച്ച ഒരു എമർജൻസി അലാം വരുന്നതും ആ അലാം വരുന്നതിന് പിന്നാലെ അല്പസമയത്തേക്ക് വാർത്താ സമ്മേളനം നിർത്തിവെക്കുകയും ചെയ്തത്. പിന്നീട് വീണ്ടും വാർത്താ സമ്മേളനം പുനരാരംഭിക്കുകയും ചെയ്തു. നിലവിലെ സാഹചര്യത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നും മെക്സിക്കോയിൽ നിന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എങ്കിൽ കൂടി നാശനഷ്ടങ്ങളും അതുപോലെ തന്നെ മറ്റു കെട്ടിടങ്ങൾ തകർന്നതും അതുപോലെ തന്നെ റോഡുകൾ തകർന്നതും ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വൈദ്യുതി ബന്ധം നിലയ്ക്കുന്ന സ്വാഭാവികമായ സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാം തന്നെ കൃത്യമായി പരിഗണിച്ചുകൊണ്ടുള്ള നീക്കങ്ങൾ അല്ലെങ്കിൽ നടപടികൾ മുന്നോട്ട് പോകുന്നു. രക്ഷാപ്രവർത്തനങ്ങളും അതുപോലെ തന്നെ മറ്റു നീക്കങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ വലിയൊരു ആഘാതം അത് ജനജീവിതത്തെ ബാധിക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ മനുഷ്യജീവനുകൾ എടുക്കുന്ന രീതിയിലോ ഉണ്ടായിട്ടില്ല എന്ന റിപ്പോർട്ടുകളാണ് പ്രാഥമികമായി പുറത്തു വരുന്നത്. അന്തിമ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നതോടെ ഭൂകമ്പത്തിന്റെ ആഘാതം കൃത്യമായും മനസ്സിലാക്കാനും സാധിക്കും. ഐസൻ ജോസ് ആണ് വിശദാംശങ്ങൾ നൽകിയത്.